ഉയർപ്പിൻ്റെ സന്ദേശം. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഹൃദയമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. അതിനാൽ ഉയർപ്പ് ഒരു സംഭവം മാത്രമല്ല, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസവും പ്രസംഗവും വെറുതെയാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന ദൈവത്തോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിക്കുകയും ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശു ദൈവപുത്രനാണ് എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന എല്ലാവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് നിത്യരക്ഷയിലേക്കുള്ള വഴിതെളിപ്പാൻ ഇടയായി തീർന്നു. ഉയർപ്പ് എന്നത് ദൈവത്തിൻ്റെ ശക്തിയുടെ തെളിവായിരുന്നു. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടു. എന്നാൽ 3-ാം ദിവസം താൻ ഉയർത്തെഴുന്നേറ്റു. കാരണം മരണത്തിന് യേശുവിനെ പിടിച്ചുവെപ്പാൻ കഴിഞ്ഞില്ല. ഈ ലോകത്തിലെ ഒരു കല്ലറയ്ക്ക് യേശുവിനെ തടയുവാൻ കഴിഞ്ഞില്ല. അത് ദൈവത്തിൻ്റെ അതിശക്തിയുടെ തെളിവാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് പാപത്തിനും മരണത്തിനും മേലുള്ള ജയമായിരുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 55-ാം വാക്യം. മരണമേ, നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു യേശു മരിച്ചത്. എന്നാൽ യേശുവിൻ്റെ ഉയർപ്പ് പാപത്തിനും മരണത്തിനും മേലുള്ള ജയത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു. യേശു മരണത്തെ ജയിച്ചു. അതിനാൽ നമുക്കും ആ ജയം ലഭിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഭയത്തെ നീക്കുന്ന സത്യമാണ്. യേശുവിൻ്റെ മരണത്തിൽ ശിഷ്യന്മാർ ഭയപ്പെടുകയും ഒളിച്ചിരിക്കുകയും ചെയ്തു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവർ കണ്ടപ്പോൾ അവർ ധൈര്യത്തോടെ യേശുവിൻ്റെ സാക്ഷികളായി മാറി. ഉയർപ്പ് മനുഷ്യൻ്റെ ഭയത്തെ മാറ്റി ധൈര്യം നൽകുവാൻ ഇടയായിത്തീരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഉയർപ്പ് നിത്യജീവിതത്തിൻ്റെ ഉറപ്പാണ്. അത് ഭൂമിയിലെ ജീവിതം മാത്രമല്ല, നിത്യജീവിതത്തിൻ്റെ വാഗ്ദാനം നൽകുന്നു. അതായത് കർത്താവിൻ്റെ ഉയർപ്പ് നമ്മുടെ ഭാവിയെ ഉറപ്പിക്കുന്നു.